രഞ്ജിത്തും ഞാനും കൂടെ ഈ കഥയുടെ പുറകെ 2-3 വർഷങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് മണ്ടനായിട്ടല്ല ഉണ്ടാക്കിയത്, സിബി ഒരു മണ്ടനായിട്ടല്ല ഡയറക്റ്റ് ചെയ്ത് വിദ്യാജി അതിൻ്റെ മ്യൂസിക്കൽ സൈഡ്. തീർച്ചയായിട്ടും വളരെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജനറേഷൻ മാറുന്നതനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് മാറുന്നുണ്ട്. 100ഓളം തിയേറ്ററുകളിൽ ഇന്നത് സ്ക്രീൻ ചെയ്യുകയാണ്. ലാൽ വളരെ സജീവമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ അദ്ദേഹം പാടാൻ പറ്റുന്നു. ആ പ്രോജക്റ്റും ലാസ്റ്റ് മിനിറ്റ് ഷൂട്ടിന് ഊട്ടിയിലേക്ക് പുറപ്പെടുന്നില്ല, തലേദിവസം ഷൂട്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്യാൻ. ഒരു ബിഗ് സ്ക്രീനിലേക്ക് അതിനെ കാണുന്നത് ഇപ്പോഴാണ്, ഇതിൻ്റെ ഒരു പുതിയ വേർഷനിൽ. അവരെ സംബന്ധിച്ച് അവരെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്, നമ്മുടെ കൂടെ ഉണ്ട്. അത് നമ്മൾ ഈ ദേവദൂതൻ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് എൻക്വയറീസ് ആൾക്കാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും പാട്ട് 27 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് അതാണ് ഓർമ്മകൾ. അവർ പറയുന്നത് ഇത് അന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അത് ഫ്രഷ്നെസ് ഉണ്ട്, അതിൻ്റെ പോസിറ്റീവ് സൈഡും. അതേമാതിരി ദേവദൂതൻ ഞങ്ങൾ പാഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ജയറാം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട്, തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് കൺഫ്യൂഷൻ തീർക്കണമേ. സോ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. സുരേഷ് പിന്നെ നമുക്കറിയാലോ, പൊളിറ്റിക്കലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കുകളാണ് സുരേഷ്. മഞ്ജു ഇതിൻ്റെ നമ്മുടെ ഒരു ലോഞ്ച് സമയത്ത് മഞ്ജു ഉണ്ടായിരുന്നു. എപ്പോൾ വേണം? നാളെ വേണം. സിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, മണിയായാലും സുകുമാരി ചേച്ചിയായാലും, അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നതിൽ എന്തുമാത്രം സന്തോഷത്തോടെ ഈ വേദിയിൽ അവരൊക്കെ ഉണ്ടാകുന്നത്. മണിയങ്കിള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ആ മൂവിയിലുള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് മണിയങ്കിളായിരുന്നു ഫ്രണ്ടിൽ. ആ പ്രോജക്റ്റും ലാസ്റ്റ് മിനിറ്റ് ഷൂട്ടിന് ഊട്ടിയിലേക്ക് പുറപ്പെടുന്നില്ല, തലേദിവസം ഷൂട്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്യാൻ. ശംഭോ ശിവശംഭോ അതാണ് വാക്ക്. അപ്പോൾ ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ചെയ്യാം. മോഹൻലാലിൻ്റെ ഒരു ക്യാമിയ റോള് ചെയ്ത് ചെന്നൈയിലാണ്. കോടിയുടെ കഥ പറയാൻ നമുക്കില്ല. എന്താ നിങ്ങൾ വേണ്ടെന്ന് വെച്ചോ? 3 മാസം ഇതിൻ്റെ ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ സൗണ്ടും ഇതിനേക്കാളും മോളിൽ നിൽക്കുന്ന ഒരു കഥ പറഞ്ഞല്ലോ. കാരണം ഇത് ഇത്രമാത്രം ഞാൻ എടുത്തുകൊണ്ട് കാണുന്ന കുട്ടിയാണ് ഇത്. ഇപ്പോഴും ഇതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് ദെൻ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ദേവദൂതൻ എന്ന് പറഞ്ഞ സിനിമയുടെ റീമാസ്റ്ററിങ് കഴിഞ്ഞു, അത് റിലീസ് ചെയ്തു, വളരെ സക്സസ്സായി. അതേമാതിരി തന്നെ അതിൻ്റെ ഒരു ഉത്തേജനമാണ് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇന്ന് സഫലീകരിച്ചു. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ ഞങ്ങൾക്ക് ഇപ്പോൾ തിയേറ്റർ സൈഡിൽ നിന്നാണെങ്കിൽ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ കിട്ടുന്നത് 4K റെസൊല്യൂഷനിൽ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ വിദ്യാജിയുടെ അന്ന് കേൾക്കാതിരുന്ന കുറേ സൗണ്ട്സ് റെക്കോർഡിങ്ങിലും സോങ്സിലൊക്കെ ആണെങ്കിൽ ഇന്നത് സ്റ്റീരിയോ ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ വലിയൊരു അപ്രീസിയേഷനാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. ഏതായാലും ഞങ്ങൾ കുറേ മീഡിയ ഞങ്ങൾ 2-3 ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം എയർ ചെയ്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. ഇത് ഒരു റിലീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സെൻസിലാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേക്ഷകരെ ഇന്നത്തെ ജനറേഷനെ കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ മോഡേൺ ടെക്നോളജിയിൽ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. ഏറ്റവും ചെറിയ കസിൻസിലെ ഏറ്റവും ചെറിയ ആൾക്കാരാണ്. ഏറ്റവും ചെറിയ ആൾ ആൻസു ആണ്. ആൻസു ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. അതിൻ്റെ മുകളിലുള്ള ആളാണ് അല്ല, പേര് മാറ്റിപ്പോയി. അലയുടെ മുമ്പത്തെ പേര് പറയണം, വേണ്ട അല. പിന്നെ ഉണ്ടായിരുന്ന അടുത്തയാൾ ഇദ്ദേഹമാണ് കൃഷ്ണ. എൻ്റെ അവിടെ നിബിയ. 4 പേരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ 4 പേര്. ഇനി അതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി 7 പേരും കൂടെ ഉണ്ട്, അല്ലെ 6 പേര്. 7 പേരും കൂടെ ഉണ്ട്. കൃപയുണ്ട്, സുജിതയുണ്ട്, ധന്യയുണ്ട്. ബാക്കി 5 പേരെ നിങ്ങൾക്ക് അറിയാമല്ലോ, മുഖപരിചയമുണ്ട്, മുതിർന്ന പെൺകുട്ടികളാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഈ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവരെയൊക്കെ നമ്മൾ അന്വേഷിച്ച് ഇങ്ങനെ 4 പേരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അവരിവിടെ
വളരെ എക്സൈറ്റഡ് ആണ്. അവർ ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് അവർക്ക് ഇതിൻ്റെ ഈ സിനിമയുടെ ഒരു വലിയ ധാരണയൊന്നുമില്ല. അവർ അഭിനയിച്ചു എന്നുള്ള പോലും അവർക്കറിയില്ല. അവരിങ്ങനെ അവിടെ കളിച്ച് നടന്ന കുട്ടികളാണ്. അവരന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴും അവർ ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു ബിഗ് സ്ക്രീനിലേക്ക് അതിനെ കാണുന്നത് ഇപ്പോഴാണ്, ഇതിൻ്റെ ഒരു പുതിയ വേർഷനിൽ. അവരെ സംബന്ധിച്ച് അവരെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ കൂടെ ഉണ്ട്. വിദ്യാർത്ഥി എല്ലാവർക്കും അറിയാം. അത് മിസ്റ്റർ ബിനു ആണ്. ബിനു നമ്മളുടെ ഈ ആദ്യമായിട്ട് ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷനിൽ സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ദുബായിലാണ്. അപ്പം ഇതാണിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നമ്മളുടെ പ്രസ് മീറ്റ് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ. ഇനി നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഭാഗമായിട്ട് ഞാൻ കരുതുന്നത്. ഇന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് കണ്ട പ്രേക്ഷകരോടെല്ലാം ചോദിച്ച സമയത്ത് ഇന്ന് ശരിക്കും തിയേറ്ററിൽ ഇതേപോലെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇത് കാണാൻ പറ്റിയെന്ന് സന്തോഷമുണ്ട്. എത്രത്തോളം ഹാപ്പിയാണ് ഈ സിനിമ സ്ക്രീനിൽ കാണുന്നത്? അല്ല, നമ്മൾ ഈ ദേവദൂതൻ കഴിഞ്ഞ സമയത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് എൻക്വയറീസ് ആൾക്കാരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചും ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ജനിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവരത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതൊരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു അവരുടെ ഒരു എന്താണ് ഡിസ്കഷനൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനൊരു ചിന്തയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും അന്ന് ആ സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റി അതിനേക്കാൾ മികവോടെ ഇന്ന് ഈ 4K അറ്റ്മോസ്ഫിയർ ഒരു സാങ്കേതികമായ എല്ലാ ബുദ്ധിമ കലർന്ന ചേരുവകളോട് എത്തുമ്പോൾ ഇപ്പം കണ്ടിറങ്ങിയ പലരും നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നത് ഇത് അന്ന് ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അത് ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആയാലും എല്ലാം ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു സിനിമ പോലെ അതിൻ്റെ തോന്നുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു പഴമ ഒരിക്കലും തോന്നുന്നില്ല. അതിൻ്റെ തീമിലായാലും അതിൻ്റെ മ്യൂസിക്കലായാലും എല്ലാം വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഫീലാണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ 5-6 വയസ്സുള്ള സമയത്ത് അഭിനയിച്ച ആൾക്കാരാണ്. ഇവരൊക്കെ ഇപ്പം എബവ് 30s ആയി കഴിഞ്ഞവരുടെയൊക്കെ. അപ്പോൾ ആ ഒരു ജനറേഷന് ഇവരെക്കാളും പുറകെ വന്നൊരു ജനറേഷൻ ഉണ്ട്. നമ്മൾ 2000-ന് ശേഷം അല്ലെങ്കിൽ 1997 ശേഷം 98-ന് ശേഷം ഉണ്ടായ ഒരു തലമുറ ഇത് തിയേറ്ററിൽ ഇപ്പോൾ കാണുന്നുള്ള വലിയ ഭാഗ്യമാണ്. ഇതോടുകൂടി തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഇവരെല്ലാവരും തിരക്കിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവരെല്ലാം അല്ലാതെ നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ലാൽ വളരെ സജീവമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മീഡിയയിൽ ഇട്ടുന്നുണ്ട്. അതിൻ്റെ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ അലേർട്ടാണ്. ജയറാം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ആന്ധ്രയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുക ഒരു കന്നഡ പടവും തെലുങ്ക് പടങ്ങളും മാറി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്. സുരേഷ് പിന്നെ നമുക്കറിയാലോ പൊളിറ്റിക്കലി ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള തിരക്കിലാണ് സുരേഷ്. ലാല് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് നിരന്തരമായിട്ട് നമ്മുടെ കോൺടാക്റ്റിലുണ്ട്. എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോണ്ട് ചെയ്തത്. മഞ്ജു ഇതിൻ്റെ നമ്മുടെ ഒരു ലോഞ്ച് സമയത്ത് മഞ്ജു ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇവരെല്ലാവരും നമ്മുടെ ഈ ഒരു റിലീസിനോട് കാര്യത്തിൽ വളരെ എക്സൈറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ശരിക്കും നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മണിയായാലും സുകുമാരി ചേച്ചിയായാലും ഗിരീഷ് പത്തഞ്ജലിയൊക്കെ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ഗിരീഷ് പത്തഞ്ജലി ഓർക്കും. ഈ സിനിമയിൽ ഓരോ തമാശരങ്ങളിൽ കാണുമ്പോൾ മണിയൊക്കെ എന്തുമാത്രം നമുക്ക് മിസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ അവരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നതിൽ എന്തുമാത്രം സന്തോഷത്തോടെ ഈ വേദിയിൽ അവരൊക്കെ ഉണ്ടാകുന്നത്. സുകുമാരി ചേച്ചിയായാലും അഗസ്റ്റിൻ പോലും അങ്ങനെ ഒരു സീനിൽ അഭിനയിച്ചതാണ് അഗസ്റ്റിൻ. പക്ഷേ അവരെല്ലാവരും നമ്മളുടെ ഒരു ടീമായിട്ട് ഉണ്ടായിരുന്നവരാണ്. ഇവരെയൊക്കെ നമുക്ക് ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഈ ഒരു ജനറേഷൻ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കിന് വേണ്ടിയാണ് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുന്നത്. അത് ഈ വരും ദിവസങ്ങളുണ്ടാവും. അതൊരു മീഡിയം ബഡ്ജറ്റായിരുന്നു. അതിന് വലിയൊരു ഒന്നാമത് ഒറ്റ ലൊക്കേഷനേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ പോയി ഒരുമിച്ച് ഷൂട്ട് ചെയ്യണം. ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റോ. പിന്നെ നമുക്ക് അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ ഡയറക്ഷൻ്റെ കോസ്റ്റ്യൂംസ് ഈ കാര്യങ്ങളൊക്കെയാണ് കുറച്ചും കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യുക. അതുപോലെ ഇന്നത്തെ ഒരു റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര വലിയ കോസ്റ്റ് അല്ല. നമ്മളൊരു അറൗണ്ട് 40 ഡേയ്സാണ് ഇതെല്ലാം കൂടെ ഷൂട്ട് ചെയ്തത് ടോട്ടൽ സിനിമ. ഊട്ടിയും പിന്നൊരു ഒരാഴ്ചയോടെ നമ്മൾ മൂന്നാറിനുമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ചെന്നൈയിൽ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയ റോള് ചെയ്ത് ചെന്നൈയിലാണ്. പിന്നെ കൺഫ്യൂഷൻ തീർക്കുന്ന പാർട്ടും ചെന്നൈയിൽ ആണ് ഷൂട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഈ ഊട്ടിയിലും മൂന്നാറുമായിട്ട് തീർത്തു. അപ്പം ഒരു
ബഡ്ജറ്റാണ്. ഇന്നത്തെ പോലത്തെ ഒരു കോടിയുടെ കഥ പറയാൻ നമുക്കില്ല. അതല്ല, നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് മറ്റ് സിനിമകൾ റീമാസ്റ്റർ ചെയ്തതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടുകൂടി നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കും. 3 മാസം ഇതിൻ്റെ ഒരു റീമാസ്റ്ററിങ്ങിൻ്റെ സൗണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ക്വാളിറ്റിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം വലിയ രീതിയിലുണ്ടായിരുന്നു. എന്നാലും അത്ര ഒരു വലിയ ബഡ്ജറ്റൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇപ്പോഴും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അത് സാധ്യതയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും മുകളിൽ നിൽക്കുന്നൊരു കഥ പറഞ്ഞല്ലോ. കാരണം ഇത് ഇത്രമാത്രം സ്വീകരിക്കപ്പെട്ട ആൾക്കാർ ആസ്വദിച്ച ഒരു സിനിമയുടെ 2ാം ഭാഗം എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നൊരു കഥ നമുക്ക് കിട്ടണം. അത് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമ്മളത് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിന്ത. അതൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. ഒരുപാട് ഓർമ്മകളാണ് അദ്ദേഹം ചെയ്തത്. സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തിരുന്നൊക്കെ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യിൽ നിന്ന് അല്ല, അങ്ങനെയുണ്ട്, ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അവരൊക്കെ ആ രീതിയിൽ ഇപ്പം മണിയായാലും ജാറാമായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്മേൽ അവരെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അവരുടേതായിട്ടുള്ള ഒരു ഇംപ്രവൈസേഷൻ ചെയ്തിട്ട് നമ്മളുടെ പെർമിഷനോട് കൂടി അത് പെർഫോം ചെയ്യാറുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ആ തിയേറ്ററിൽ വെച്ച് ഈ പാട്ടുകളൊക്കെ അവർ ദേവദൂതൻ ഗ്രൂപ്പ് അവർ ആ പാട്ടുകളൊക്കെ ഒരു മെഡ്ലി പോലെ പാടി. അത് പാടുമ്പോൾ എനിക്ക് ഈ പാട്ട് 27 വർഷം മുമ്പ് റെക്കോർഡ് ചെയ്തതിൻ്റെ കംപ്ലീറ്റ് അതാണ് ഓർമ്മകൾ. ഐ വാസ് ഫ്ലഡഡ് വിത്ത് മെമ്മറീസ്, സച്ച് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഗിരീഷോടൊപ്പം ഈ പാട്ടുകൾ ചെയ്തതും ലാസ്റ്റ് മിനിറ്റിൽ ഒരു നാൾ കൊണ്ട് ചെയ്തതാണ് കൺഫ്യൂഷൻ തീർക്കണമേ. സോ ആ പാട്ട് പാടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. ഞാൻ നേരത്തെ ഒരു പാട്ട് ചെയ്ത് തന്നു. പിന്നെ അവർ ഷൂട്ടിങ് പോയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ച് പറഞ്ഞതാണ്, വിജയജി ഇത് ഈ പാട്ട് മുഴുവൻ പടവും വന്നിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ വരുമ്പോൾ ഈ പാട്ടിന് നമുക്ക് ഇത്തിരി ഉസിരോട് നമുക്ക് ഇന്നും ബെറ്ററായിട്ട് ഇന്നൊരു പാട്ട് വേണം. എപ്പോൾ വേണം? നാളെ വേണം. അപ്പോൾ നാളെ ഇങ്ങനെ കിട്ടണം. ഞാൻ വേറെ ഒരു തിരക്കിലാണ്, വേറെ ഒരു പണിയിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഗിരീഷിനെ അയക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഗിരീഷ് വന്നു, എത്തി. അപ്പോൾ ഈ പാട്ടിന് വേണ്ടിയുള്ള എന്താണ് ഈ പാട്ടെന്ന് ഒന്നും മനസ്സിലില്ല. പക്ഷേ ഓർക്കസ്ട്ര ഒക്കെ പറഞ്ഞിട്ട് കാലയിൽ 7 മണി തൊട്ട് ഓർക്കസ്ട്ര അവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്നും പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നത് ശംഭോ ശിവശംഭോ, അതാണ് വാക്ക്. അപ്പോൾ ഞാൻ ഗിരീഷോട് പറഞ്ഞു, ഇതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ചെയ്യാം. അങ്ങനെ വന്നത് ആ പാട്ട്. ഒരു ഈവനിങ് പോലെ കഴിഞ്ഞിട്ട് വോയിസ് മിക്സിങ് ഒക്കെ എല്ലാം തീർത്തിട്ട് we sent for shooting. Next day they shot the song. I mean, it was a wonderful experience. സാറിന് എല്ലാ പാട്ടുകളുടെ വരികൾ എടുത്താൽ ഇറ്റ്സ് മാജിക്. ഏതൊരു ഫംഗ്ഷൻ, കോളേജിലെ ഫംഗ്ഷൻ ആയാലും ശരി, നമ്മൾ ടൂർ പോകുമ്പോഴായാലും ശരി, നമ്മൾ പാടുന്ന പാട്ടുകളുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. ചിലത് ഓർക്കും, ചിലത് ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതാണ് ആൻസർ. അത് എന്നോട് ചോദിച്ചാലോ അത് തന്നെ സമാധാനമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് സി ഐ ഓൾവേസ് ടോൾഡ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സിമ്പിളാണ്, എല്ലാവർക്കും പാടാൻ പറ്റിയ രീതിയിലുള്ള പാട്ടുകളും വാക്കുകളും. ഈ സിമ്പിളായി ഇരുപ്പത് ഐ തിങ്ക് ഈവൻ ഇൻ ലൈഫ് ഓർ യുവർ ക്രിയേഷൻ സിംപ്ലിസിറ്റി ഈസ് ദി ബെസ്റ്റ് പോളിസി. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ടു ബി വെരി സിമ്പിൾ. യു അണ്ടർസ്റ്റാൻഡ്? ബിക്കോസ് യു ക്യാൻ കോംപ്ലിക്കേറ്റ് തിങ്സ്. കോംപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, സിമ്പിളായി ഇരുപ്പത് വളരെ കഷ്ടം. അതാണ് ഈവൻ ഇൻ ട്യൂൺസ്. ഇപ്പോൾ നമുക്ക് ഈണം ചെയ്യുമ്പോൾ ഈ പാട്ട് എല്ലാവരും പാടണം, എല്ലാവരുടെയും മനസ്സിലും ഇരിക്കണം, എല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കാൻ അവർ കൊതിയാകണം. അങ്ങനെയാണ് ഉദ്ദേശിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അത് എത്ര സിമ്പിളായിരുന്നു. ഇപ്പോൾ വെണ്ണില ചന്ദനക്കിണം തൊട്ട് ഇതുവരേക്കും നമുക്ക് ചെയ്ത എല്ലാ പടങ്ങളും എല്ലാ പാട്ടുകളും നിങ്ങൾ പറയുന്നത് പോലെ എല്ലാവരുടെയും മനസ്സിലും അത് അവർ ഏറ്റുകൊണ്ട് നടന്ന് അതിന് ഇന്നും ഇത്ര ഓൾമോസ്റ്റ് 27 ഇയേഴ്സ് ഇത്ര ജനറേഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ചെറിയ കുട്ടി അവരും പാടുന്നുണ്ട് ഈ എൻ്റെ പാട്ടുകൾ എന്നുമ്പോൾ അത് കേൾക്കാനും ഐ എം ജസ്റ്റ് റിയലി അമേസ്ഡ് ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഗോഡ്.
ഇനിയും സാറ് സിനിസാറുകളുടെ കോമ്പയിൽ സിനിമകൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതിലെന്താണ് എന്താ നിങ്ങൾ വേണ്ടെന്ന് വെച്ചോ? അല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതാണ്. അല്ല അങ്ങനെ സി ഇപ്പോൾ മുമ്പ് ചെയ്തതുപോലെ പടങ്ങളോ ഇല്ല അതുപോലത്തെ സബ്ജക്ട്സ് ഇപ്പം ഇല്ല. ഇപ്പം എല്ലാം ട്രെൻഡ് മാറിയിട്ടുണ്ട് അല്ലേ. ഈവൻ ദ ഫിലിം സോങ്സ് ഒക്കെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് സോങ്സ്. ദർ ഇസ് നോ ലിപ് സോങ്. ഈവൻ എ ലവ് സോങ് ഇസ് ഓൺലി ലൈക്ക് എ മോണ്ടേജ് സോങ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിൽ എത്താത്തത് അതാണ്. ബിക്കോസ് ആ എക്സ്പ്രഷൻ പാട്ടിലുള്ള വാക്കുകളും അതിൻ്റെ എക്സ്പ്രഷനും നമുക്ക് കാണാൻ പറ്റുന്നില്ല. You are just, if something is happening on the screen, but you don't get attached to the lyrics or the thing. So, ഇപ്പോൾ അടുത്ത പടം ചെയ്യുമ്പോൾ സിബി സാർ ചെയ്യുമ്പോൾ I think he will bear everything in mind and we will also do the what is necessary according to the times. But the soul will still be good, simple. Because even I don't know the magical element and then it just happens. That is God's gift. അത്രയേ ഉള്ളൂ. എനിക്ക് അത്രയേ പറയാനുള്ളത്. ഒരു 2 ലൈൻസ് ഞങ്ങൾക്ക് ഇപ്പോൾ ലൈവായിട്ട് കേൾക്കാൻ പറ്റും. എന്താണ് സോങ് പാടാൻ പറ്റുമോ? പാടാൻ പറ്റുമെന്ന് ഒരു 2 ലൈൻസ്. ശ്രുതിയിലേക്ക് someone was there singing along with me. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഓക്കെ. വൗ, താങ്ക്സ്. ട്രെൻഡായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഇതിനൊരു തുടക്കം കുറിച്ചൊരാളെന്ന്? പണ്ട് ഞാൻ പാൻറ് ഇടുന്ന കാലത്ത് ബെൽ ബോട്ടം പാൻറ്. അപ്പോൾ അന്നത്തെ ഒരു ഫാഷൻ ബെൽ ബോട്ടനാണ്. അതേമാതിരി ദേവദൂതൻ ഞങ്ങൾ ഫാഷൻ ഉണ്ടാക്കാൻ വേണ്ടിയോ ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അത് സിബിയുടെയും എൻ്റെയും വിദ്യാജിയുടെയും എല്ലാം ഒരു അംബീഷനായിരുന്നു. ആ പടത്തിൻ്റെ ഒരു ഒറിജിനൽ ഫീല് ജനത്തിന് കിട്ടണം. ആ ഒരു അതിലാണ് ഞങ്ങൾ അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. അപ്പോൾ അത് രണ്ടാമത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു ഫൂൾസായിട്ട് ഉണ്ടാക്കിയതല്ല പടം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ അത് മണ്ടനായിട്ടല്ല ഉണ്ടാക്കിയത്. സിബി ഒരു മണ്ടനായിട്ടല്ല ഡയറക്റ്റ് ചെയ്ത്, വിദ്യാജി അതിൻ്റെ മ്യൂസിക് സൈഡ്. അപ്പോൾ അത് ഇന്നത്തെ ജനറേഷനിൽ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നാച്ചുറലി അത് ഭയങ്കര പോസിറ്റീവായിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നെ എത്രയോ പടങ്ങൾ എനിക്കുണ്ട്. ഞങ്ങൾ റീമാസ്റ്റർ ചെയ്യാനൊന്നും പോയിട്ടില്ല. പിന്നെ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം അത് ഒരാൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ആൾക്കാർക്കും പൈസ കിട്ടണമല്ലേ. അതാണല്ലോ ഭാഗ്യക്കുറിയുടെ വിൽപ്പന ഈ കേരളത്തിലൊക്കെ നടക്കുന്നത് അല്ലേ. ഒരു ലോട്ടറി അടിക്കും, അപ്പോൾ അതേമാതിരി എനിക്കും അടിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെയധികം ഡെഡിക്കേഷനുണ്ട്. എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ ഷർമേൻ, അവളുടെ ടീമാണ് ഇതിനൊക്കെ കാരണം. ആ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ ബോണിയും ബോണിയുടെ കൂടെ അസോസിയേറ്റ്സും സപ്ത എന്ന് പറയുന്ന സ്റ്റുഡിയോ, ഇതെല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹരി എന്ന് പറയുന്ന സൗണ്ട് എഞ്ചിനീയർ, ഇതെല്ലാം ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതേ ടൈം ബൗണ്ടായിട്ടല്ല, നമ്മൾ വളരെയധികം സമയമെടുത്തിട്ടാണ് ദേവദൂതനാണെങ്കിലും സമ്മറിൻ ബത്ലേമാണെങ്കിലും അത് റീമാസ്റ്റർ ചെയ്ത് ഈ പൊസിഷനിൽ എത്തിച്ചത്. സോ താങ്ക് ടു ഗോഡ് ആൻഡ് സെയിം ടൈം എൻ്റെ ടീമിൻ്റെ അടുത്ത്, എൻ്റെ മകളുടെ അടുത്ത്. ഇതിനെ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സിബി അതേമാതിരി തന്നെ ഞങ്ങൾ എവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, ഇവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ഞങ്ങൾ അവരുടെ സ്റ്റുഡിയോയിൽ പോകും, ഇതൊക്കെ കാണും.
ഈ 4K റെസൊല്യൂഷനിലേക്ക് മാറ്റുന്ന സമയത്തും അതിൻ്റെ കറക്ഷൻസ് പറയും. സിബി എവിടുന്നോ ഡ്രൈവ് ചെയ്ത് വരും, വന്നു കഴിഞ്ഞിട്ട് അത് കാണുന്ന സമയം കണ്ടെത്തും. കുറേ കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ല ഒരു ട്രെൻഡിന് വേണ്ടി ചെയ്തിട്ടില്ല. ട്രെൻഡ് ഇതിന് ശേഷം എല്ലാവരും ട്രെൻഡോടുകൂടി ചെയ്ത് അങ്ങനെയല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞു കലാഭവൻ മണി, ഒരു ഞാനും സിബിയും തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് 1000 ഈ 1000 എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടം മണിയുടെ മരണത്തിൽ ഞങ്ങൾക്കൊരു നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടുമായിരുന്നു. അത് മിസ് ചെയ്തു. സമയത്തിന് ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, ചില മറ്റുള്ള റീസൺസ് കൊണ്ട്. ഇല്ലെങ്കിൽ വിൽ ബി പ്രൗഡ്, ഒരു കൊമേഡിയനിലുപരിയായിട്ട് അദ്ദേഹത്തിനെ വെച്ച് സിബി ഉണ്ടാക്കി ടി.എ. റസാഖ്, മരിച്ചുപോയ ടി.എ. റസാഖായിരുന്നു സ്ക്രിപ്റ്റ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്, സ്റ്റേറ്റ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ സ്റ്റോറി. പക്ഷെ അത് നാഷണൽ ലെവലിൽ പോകേണ്ട സിനിമയായിരുന്നു. സമകാലിക പ്രസക്തിയുള്ള സബ്ജക്റ്റ് എന്നാണ് പറയുന്ന കാറ്റഗറിയിൽ അത് മിസ്സിംഗ് ആണ്. അപ്പം അതേമാതിരി തന്നെ ഗിരീഷ് പുത്തഞ്ചേരി, ഇങ്ങനെ കുറേ ആൾക്കാരെ മിസ്സിങ് ഞങ്ങൾ വേദനിപ്പിക്കുന്നുണ്ട്. സമ്മറിയുമ്പോൾ എൻ്റെ പല 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 വർക്കുകളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ കാണാൻ പറ്റിയത്. അപ്പം മണിയെപ്പറ്റി കുറച്ചുകൂടി പ്ലസൻ്റായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കുട്ടികൾക്കായിരിക്കും. ബിക്കോസ് അവരുടെ ഏറ്റവും വലിയ കമ്പനി കലാഭവൻ മണിയായിരുന്നു സെറ്റ്. അപ്പം അത് സംസാരിക്കണം അല്ലേ സിബി? അതിൻ്റെ കൂടെ സഹകരിക്കാനായിട്ട് 2 സുഹൃത്തുക്കൾ തയ്യാറായി വന്നു. ഒന്ന് ശ്രീ ബിനുവാണ്. അദ്ദേഹം ദുബായിലൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മിസ്റ്റർ ഫിലിപ്പ് സക്കറിയ. ഇവർ രണ്ടുപേരും ഈ ഒരു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ കൂടെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളോട് കൂടി വന്ന ആൾക്കാരാണ്. അദ്ദേഹം കുടുംബമായിട്ട് ഇതിൻ്റെ ഈ റിലീസിന് വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് ഇന്നലെ എത്തി, ഇന്ന് വെളുപ്പിലെത്തി തിരിച്ചു പോകുന്ന ആളാണ് നാളെ തന്നെ. അപ്പോൾ അത്രമാത്രം ഈ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. മിസ്റ്റർ ഫിലിപ്പ്, അദ്ദേഹം മറ്റൊരു വിദേശയാത്രകളായതുകൊണ്ട് വരാൻ പറ്റായിരുന്നതാണ്. അദ്ദേഹം ഭാര്യയുമായിട്ട് നമ്മുടെ ലോഞ്ച് സമയത്ത് വന്നിരുന്നു. മഞ്ജു വാര്യർ വന്ന ഫംഗ്ഷനുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന, പൊതുവായും സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് സാധ്യമാകുന്നത്. ഒരുപാട് പേര്, ഒരുപാട് സിനിമ എന്ന് പറയുന്നത് ഒരു പാഷനായി കൊണ്ടുവരുന്ന ഒരുപാട് പേരുടെ സപ്പോർട്ട് ത്രൂ ഔട്ട് നമുക്കുണ്ടായിരുന്നു. ദേവദൂതൻ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു, ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടികളൊക്കെ ഇവർ വളരെ എക്സൈറ്റഡ് ആണ്. ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് ഞാൻ എടുത്തുകൊണ്ട് കാണുന്ന കുട്ടിയാണ് ഇത്. ഇപ്പോഴും ഇന്നൊരു ഫോട്ടോ കാണിച്ചു ദെൻ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ട്, അന്ന് ഞാൻ അവളെ എടുത്തുകൊണ്ട് നടക്കുന്ന ഫോട്ടോയിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയായിട്ട് അവളെ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്നുണ്ട്. ആൻഡ് ഏറ്റവും ചെറിയ ആളാണ്. ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കേൾക്കാം അല്ലേ? ആയിട്ട് കണ്ടു കാണും പാരൻസിൻ്റെ കൂടെ പോയിട്ട്. പക്ഷെ അന്ന് തിയേറ്ററിൽ കണ്ട ഓർമ്മയില്ല. അതിന് ശേഷം ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കോമഡി സീൻസ് ഇങ്ങനെ എന്തായാലും ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഒരു സ്ട്രെസ് ബസ്റ്ററാണ്. പക്ഷെ ഇന്നിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടത് എന്താ പറയുക, ഈ തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ സിയാദങ്ങൾ പറഞ്ഞ പോലെ മണിയങ്കിൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആ മൂവിയിലുള്ള പോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് മണിയങ്കിളായിരുന്നു ഫ്രണ്ടിൽ. ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയാലും നമ്മൾ പുള്ളിയുടെ റൂമിൽ പോവും. പുള്ളിയുടെ കൂടെ തന്നെ നമ്മളെല്ലാവരും കിടന്ന് ഉറങ്ങും. ഓരോരോ നമ്പേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ആ പടത്തിലെ പോലെ തന്നെ, മിമിക്രി, പാട്ട്, അത് ഇത്. അങ്ങനെ ഇന്നിപ്പോൾ മൂവി കണ്ടപ്പം ഓരോരോ സീൻ കണ്ടപ്പോൾ നമുക്ക് ഓരോരോ മെമ്മറീസ് വീണ്ടും വീണ്ടും വന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ പറ്റിയില്ലേ, അന്ന് അങ്ങനെ പറ്റിയില്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം നടന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. റീ റിലീസ്, അതും ഞങ്ങളുടെ ഫേവറേറ്റ് മൂവി സമ്മർ ആൻഡ് ബെത്ലഹേം. അത് ഒരു വിഷ്വൽ ട്രീറ്റാണ്. അപ്പം ഞങ്ങൾക്ക് ഈ ഗ്യാങ്ങിൻ്റെ കൂടെ കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം. ഇതൊന്നും ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. അത് സത്യമായാലൊരു വളരെ എന്താ പറയുന്നത്, വളരെ ത്രിൽഡാണ് ഞങ്ങളെല്ലാവരും. പിന്നെ ഞങ്ങളെല്ലാവരും ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ നടന്ന മെമ്മറീസൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു തിയേറ്ററിൽ ഇരുന്നുകൊണ്ട്. പിന്നെ മിസ് ചെയ്യുന്നുണ്ട് സുകുമാരി അമ്മ, മയൂരി ചേച്ചി, അഗസ്റ്റിൻ സാർ, പിന്നെ
പിന്നെന്താ പറയുക, അവിടുത്തെ വെക്കേഷൻ ഞങ്ങൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വെക്കേഷൻ മോഡായിരുന്നു ഞങ്ങളുടെ ബോണ്ടിങ്, ഞങ്ങളുടെ പാരൻസിൻ്റെ ബോണ്ടിങ്. അവിടെ ലൈക്ക് ഒരു വലിയ ഫാമിലി ആയിരുന്നു. ഒരു കാം അറ്റ്മോസ്ഫിയർ, കാം പ്ലേസ്, കാം കാസ്റ്റ് ആൻഡ് ക്രൂ, എല്ലാം ഭയങ്കര എന്താ പറയുന്നത്, എല്ലാവർക്കും സ്നേഹം, നല്ലൊരു സ്നേഹമുള്ള മൂവിയായിട്ട് തന്നെ അത് ഔട്ട്പുട്ട് കിട്ടി. പിന്നെ എസ്പെഷ്യലി സോങ്സ് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോങ്സൊക്കെ ഞങ്ങൾ ആ ഓരോ ബീറ്റും ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ചാണ് ഇരുന്ന് കണ്ടത്. അന്നൊക്കെ വളരെ ചെറുതായിരുന്നല്ലോ, അതൊന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇത് പ്ലേലിസ്റ്റിൽ എപ്പോഴും റിപ്പീറ്റഡ് വാച്ച് ആയിട്ടുള്ള മൂവിയാണ്, എങ്കിലും ബിഗ് സ്ക്രീനിൽ ഒന്നുകൂടെ 4K ഡോൾബി അറ്റ്മോസിൽ റീവാച്ച് ചെയ്തപ്പം വളരെ വളരെ എന്താ പറയുന്നത്, അതിൻ്റെ എക്സ്ട്രീം ഹാപ്പിനെസ്സിലാണ് ഞങ്ങൾ. പിന്നെ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് എടുത്തു പറയണം. ബാക്ക്ഗ്രൗണ്ട് കോഴ്സ് നമുക്കതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ആരും മിസ് ചെയ്യരുത്. യാ, വെരി മച്ച് ഹാപ്പി. It's a privilege to share the stage with ഇത്രയും എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഫ്രം ദ ഇൻഡസ്ട്രി. ആൻഡ് ഒട്ടും ആൻസും കൃഷ്ണയും പറഞ്ഞ മാതിരി പ്രതീക്ഷിച്ചതേ അല്ല. ആ ടൈമിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിനയിക്കണേക്കാട്ടിലും കൂടുതൽ ഞങ്ങളുടെ സെറ്റിലൊരു 1.5 months ഞങ്ങൾക്ക് സമ്മർ വെക്കേഷൻ തന്നെയായിരുന്നു. ആൻഡ് ഞാൻ പ്ലേബാക്ക് സിംഗറാണ്. സോ എനിക്ക് മ്യൂസിക് ഉള്ളിൽ എനിക്ക് തന്നത് എനിക്ക് വിദ്യാർത്ഥിയുടെ പാട്ടുകൾ ആ സെറ്റിൽ കുറേ കേട്ടിട്ടാണ് എനിക്ക് എലിമെൻറ്റ്സ് തന്നെ വന്നത്. സോ to be sharing a stage with him and to be singing 2 lines with him itself is like, I think God has been very very kind to me. So yeah, thank you so much everyone. I hope ഞങ്ങൾ അത്ര എക്സൈറ്റഡ് ആയിട്ട് കണ്ടമാതിരി തന്നെ നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ മൂവി. താങ്ക് യു. വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്കും എല്ലാം പറയാനുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ പറയാനുള്ളത്, എൻ്റെ മോൾ ഇന്ന് ആ പടം എൻജോയ് ചെയ്തതില്ലേ ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിരിക്കുമായിരുന്നു. എല്ലാ കോമഡിയും അവൾ ആഹാ എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് ചിരിക്കണം കണ്ടിട്ട് ഒരിക്കലും ഒരു അമ്മ എന്നുള്ള നിലയിലും അതിൽ അഭിനയിച്ചൊരു കുട്ടി എന്നുള്ള നിലയിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ലാലേട്ടനൊക്കെ വന്നപ്പോൾ ലാലേട്ടനോ എന്ന് പറഞ്ഞിട്ടാണ് അവൾ ലാലേട്ടനെ വെൽക്കം ചെയ്തത്. അവളും കൈയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രായം, അവൾ 2018 കിഡാണ്. അപ്പോൾ നമ്മുടെ മൂവിക്ക് പ്രായമില്ല. എല്ലാ പ്രേക്ഷകർക്കും നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. താങ്ക് യു. 2 പടത്തിനും ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തത് ഹരിയാണ്. ഹരിയെ സ്പെഷ്യലി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഹരിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ല, വിദ്യാധീനമായിട്ടുണ്ട്. രാത്രി ഉറക്കമില്ല, ഒരു റീല് തീർക്കണം എന്നുള്ള സംഭവത്തിൽ റീല് തീർക്കും, പിന്നെയും അത് കണ്ട് കറക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഒരാൾ ഞങ്ങൾക്ക് കിട്ടി. അതൊക്കെ ഈ ഞങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ കിട്ടി. പിന്നെ ഇതിനൊക്കെ പുറമേ മുമ്പോട്ടുള്ള യാത്രയിൽ അവിചാരിതമായ 2 സുഹൃത്തുക്കളെ ഞങ്ങൾ കിട്ടുന്നു. ഒന്ന് മിസ്റ്റർ ബിനു, അദ്ദേഹത്തിൻ്റെ വൈഫ് അവരുണ്ട്, അഞ്ജന, സംഗീത നെക്സ്റ്റ് മറ്റേ ഫിലിപ്പ് ആൻഡ് അഞ്ജന. അതെപ്പോഴും എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളെടുത്ത സിനിമകളിലേക്കുള്ള സിനിമകൾ കണ്ടിട്ട് ഒരു നല്ല സപ്പോർട്ടോടുകൂടി ഒരു എന്താ പറയുക, ഇനിയും സിനിമ എടുക്കണം എന്നുള്ള ലെവലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കൂടിയ ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് ഒന്നും കൂടെ വാശിയായി ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് സംരംഭത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്കും കൂടെ മനസ്സിലാക്കണം എന്നുള്ള ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് സക്സസ് ആയിട്ട് ഞങ്ങൾ സിനിമ പുറത്തു വന്നു. ഇവർ ദുബായിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കണ്ടു. നെക്സ്റ്റ് വീക്കാണ് ദുബായ് റിലീസൊക്കെ. അപ്പം താങ്ക് യു വെരി മച്ച് ഫിലിപ്പ് ആൻഡ് ബിനു. സോ ബിനു 2 വാക്ക് സംസാരിക്കുക. അതേപോലത്തെ ചിത്രങ്ങളും സിനിമയിലുണ്ട്, അല്ലെ ഇതും സിനിമയാണ്. ഇങ്ങനെ സിനിമ എൻജോയ് ചെയ്യാവുന്ന ഓർമ്മപ്പെടുത്തലാണ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രേക്ഷകരുണ്ടാകുന്ന ഇമോഷൻസ്. അപ്പം താങ്കളുടെ പെർസ്പെക്റ്റീവിൽ ഇപ്പോഴത്തെ ഇതുപോലത്തെ ഉള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ?
തീർച്ചയായിട്ടും വളരെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ജനറേഷൻ മാറുന്നതനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്, അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് മാറുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ ഉണ്ടായിരുന്നു, അവർ ചെയ്ത രീതിയിലുള്ള സിനിമകളല്ല നമ്മൾ ചെയ്തത്. പിന്നെ നമ്മളുടെ ആ തലമുറയിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ഉണ്ടായിരുന്നു. നമ്മൾ അത്തരം സിനിമകൾ സ്വീകരിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ കൂടെ സഞ്ചരിച്ചിരുന്നു. പുതിയ തലമുറയിലെ കുട്ടികൾ ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന സിനിമകളാണ്. അവർ കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും പുതിയ സിനിമകളൊക്കെ അവരുടെ വിരൽത്തുമ്പിൽ അവർ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. അത് അവരുടെ ജനറേഷന് മനസ്സിലാകുന്ന കഥ പറച്ചിൽ രീതികളൊക്കെയാണ്. അതുണ്ട്. അത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പൊതുസമൂഹങ്ങളൊക്കെ കാണും. അത് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു വയലൻസിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിലേക്കും അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു ജനറേഷൻ നമ്മൾ അവർ വളർന്നു വരുന്ന അവർ കടന്നുപോയ ജീവിതാനുഭവങ്ങളൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയിലും സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാൻ ജീവിച്ച പോലെ അല്ലെങ്കിൽ എൻ്റെ തലമുറ ജീവിച്ച പോലെയുള്ളൊരു ജീവിതാനുഭവങ്ങളിലൂടെ അല്ല അവർ കടന്നു പോകുന്നത്. അവർ ജനിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന പോലെ ജെൻസി എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷനിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അവർ നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിലെ റിലേഷൻഷിപ്പിലൊന്നും അല്ല അവരുടെ കുടുംബം എന്നൊക്കെ പറയുന്നത്. നമുക്ക് വളരെ ക്ലോസ് നിറ്റായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ടായിരുന്നു. മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, സുഹൃത്തുക്കളായിട്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് സിനിമകളിൽ മാതാപിതാക്കൾക്കൊന്നും റോളില്ല, കുറവാണ് അല്ലേ? അമ്മമാരില്ല എന്നൊക്കെ പറയുന്നില്ല. അമ്മമാരൊക്കെ റോളുകളില്ല, വേഷം ചെയ്യാൻ ആളെ ആവശ്യം പോലും ഇല്ല. ഇപ്പം നമ്മളീ കണ്ട സിനിമ ഇപ്പോൾ സുമാ ചേച്ചി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിത ചേച്ചി, അവർക്കൊന്നും ഇന്നത്തെ കാലത്ത് ഒരു റോൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത്ര അമ്മ വേഷങ്ങളില്ല. കുടുംബങ്ങൾക്കുള്ളിലല്ല കഥ നടക്കുന്നത്, പൊതുസ്ഥലങ്ങളിലും വയലൻസിൻ്റെ ഒരു സാഹചര്യങ്ങൾ എവിടെയുണ്ട് അവിടേക്കാണ് ഇപ്പോൾ കഥ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന സിനിമകളാണ്. അത് അവരാസ്വദിക്കുന്നുണ്ട്, ആ ജനറേഷൻ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരം വയലൻസ് ഉണ്ടാകുന്ന സിനിമകളിലേക്ക് ആദ്യത്തെ ദിവസം ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. പുതിയ സിനിമകൾ ഇറങ്ങുമ്പോഴും അതിൻ്റെ ഒരു ഫെയ്റ്റ് നിർണ്ണയിക്കുന്നതും ഈ പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. അവർ എൻജോയ് ചെയ്യുന്ന അവരായിരിക്കും ആദ്യം ഒരാഴ്ച തിയേറ്ററുകളിൽ വരികയും ഒരു സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നതും അവർ തന്നെയായിരിക്കും. ഒരു ഫാമിലി ഓഡിയൻസ് പിന്നീടായിരിക്കും തിയേറ്ററിലേക്ക് വരുന്നത്. എന്നാൽ അടുത്ത കാലത്തും വളരെ ഫീൽ ഗുഡായിട്ടുള്ള സിനിമകൾ വന്ന ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ സിനിമകളെ ആസ്വദിക്കുന്ന അവരുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊപ്പം അവർ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ താങ്കൾ പറഞ്ഞ പോലെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇങ്ങനെയും സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ സിനിമകളൊക്കെ വലിയ രീതിയിൽ ആസ്വദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറക്കാരും ഈ സിനിമ കണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ളതാണ്. അല്ല, എൻ്റെ തലയിലിപ്പം സമ്മറിൻ ബത്തലയും ഡിന്നിസ് രഞ്ജൻ ഇതൊക്കെയാണ് ഞാൻ ഒരു മാസം ഈ 3 മാസമായിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇതൊന്നും എനിക്ക് മുമ്പിലുള്ള കാര്യങ്ങളല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. സോ ലെറ്റ് us ക്ലോസ്. വിദ്യാർത്ഥിക്ക് ഇനിയും പിന്നെ ഞാൻ മഞ്ജു മറ്റേ നമ്മളെ ട്രെയിലർ ലോഞ്ചിനുണ്ടായിരുന്നു. ഇനി വരുവാൻ തീർച്ചയായിട്ടും വരും. ആവശ്യമുണ്ടെന്ന് ഞാൻ വിളിച്ച് ഇന്ന് കാലത്തും ഞാൻ മെസ്സേജ് അടച്ചിരുന്നു. അവരെനിക്ക് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് സഹായിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ വിളിക്കുന്ന ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾ തന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറയും എന്നോട് ചോദിച്ചോ മതി. അപ്പോൾ അത് കാരണം എനിക്കറിയാം, ഞാൻ താരമല്ല. താരം ആകാനുള്ള ആ പ്രോജക്റ്റും ലാസ്റ്റ് മിനിറ്റ് ഷൂട്ടിന് ഊട്ടിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ തലേദിവസം ഷൂട്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്യേണ്ടിരുന്നു. പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതറിഞ്ഞപ്പോൾ ഈ കഥ കേട്ട് അറിഞ്ഞ് സിയാദത്തായിരുന്നു. അങ്ങനെയാണ് മലയാളത്തിലേക്ക് എടുത്തത്. രഞ്ജിത്തും ഞാനും കൂടെ ഈ കഥയുടെ പുറകെ 2-3 വർഷങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഫോമില്ല, ആദ്യം പല ഘട്ടങ്ങളായിട്ട് അതിനെ ഫോം ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ഈ ഫൈനൽ വേർഷനിലേക്ക് എത്തി.
അങ്ങനെ ഒരു ചിന്തയുടെ ഒരു കഥ നമ്മുടെ ഡിസ്കഷനുണ്ട്. സിയാദും രഞ്ജിത്തും ഞാനും കൂടെ ചെയ്യുന്നൊരു സിനിമയുടെ ഒരു കഥയുടെ രൂപമായിട്ടുണ്ട്.